ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരെയും വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കൊക്കെ സുഖം തന്നെയാണ്. നോമ്പങ്ങനെ ഓരോന്നിങ്ങനെ കഴിഞ്ഞ് പോകുന്നല്ലേ. ഇതിപ്പോൾ ഇന്നലെ എടുത്തുവെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ പിന്നെ തിരക്കായിപ്പോയി. മോൻ ഇന്നലെ പോയതാണ്. അപ്പോൾ അതിൻ്റെ ഓരോരോ തിരക്കും കാര്യങ്ങളും. പിന്നെ നമുക്കൊരു വിഷമാണല്ലോ മക്കളൊക്കെ വന്ന് പോകുമ്പോൾ. സങ്കടമാണ്. 14 ദിവസത്തെ ലീവിൽ വന്നതായിരുന്നു. ഇന്നലെ പോകാൻ ഇങ്ങനെ ഇതിൽ കളിച്ച് ഈ യുദ്ധത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ അൽഹംദുലില്ലാ ഇന്ന് പുലർച്ചെ 4 മണിക്കുള്ള ഫ്ലൈറ്റിന് പോയി. അവിടെ 9:07 അവിടെ എത്തി. ഒമാനിലെത്തി. വിളിച്ച് മോൻ കൊണ്ടുവന്ന ബാഗാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്തതാണ്. നമുക്ക് മക്കൾ കൊണ്ടുവന്ന സന്തോഷമാണല്ലോ. ബാഗ് ഉണ്ട് എന്നാലും പിന്നെ എത്ര ഉണ്ടെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബാഗ് മതി എന്ന് പറഞ്ഞു. പിന്നെ കൊണ്ടുവന്ന കൗണ്ടർ നമുക്ക് ആവശ്യമാണല്ലോ. 2 ആഴ്ചത്തെ ലീവിലായി വന്നത്. ഒരു കൊല്ലമായിട്ടുള്ളൂ പോയിട്ട്. ഇപ്പോൾ 2 ആഴ്ച നിന്ന് ഇന്നലെ പോയി. പിന്നെ വേറെ എന്തൊക്കെ അപ്പോൾ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടേന്. ഇപ്പോൾ ഞാൻ പോവില്ല. ഒരു മാസമായിട്ട് ലീവ് എടുത്താണ്. നോമ്പൊക്കെ അല്ലേ. നോമ്പ് കഴിഞ്ഞിട്ടേ ക്ലാസ് എടുക്കാൻ പോകും. പിന്നെ വീട്ടിൽ നിന്ന് ഫുഡിൻ്റെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നു. പിന്നെ ട്യൂഷൻ എടുക്കും അങ്ങനെയൊക്കെ. പിന്നെ എന്തൊക്കെയാണ് പിന്നെ കുറച്ച് പിന്നെ തൈകൾ ഇതൊക്കെ നമുക്ക് കിട്ടിയതിനും പഞ്ചായത്തിൻ്റെ ഇതിൽ കൃഷിഭവനിൽ നിന്ന്. അപ്പം വഴുതനങ്ങയൊക്കെ തൈ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വലുതാകുന്നുണ്ട്. പക്ഷേ വഴുതനങ്ങയൊന്നും ഉണ്ടാകുന്നില്ല. എനിക്ക് ഇവിടെ വെയിൽ കുറച്ച് കുറവാണ്. അതുകൊണ്ടായിരിക്കും. വളമൊക്കെ നല്ല ഇട്ട് കൊടുക്കും. പക്ഷെ കായ് ഉണ്ടായില്ല. പൂവ് ഇട്ടിട്ടുണ്ടൊക്കെ റെഡിയാകുന്നുണ്ട്. ഇതുണ്ടായി കാണുമ്പോൾ സന്തോഷമാണല്ലോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കൃഷി ഉണ്ടാക്കാനും എന്തെങ്കിലും ചെടികളൊക്കെ നട്ടു വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മുളകും തൈയൊക്കെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ പരിപാലിക്കലാണ്. കുറച്ച് സമയമൊക്കെ അതിന് വേണ്ടി ചിലവഴിക്കും. പിന്നെ വേറെന്തൊക്കെ സബ്സ്ക്രൈബ് ഇപ്പോൾ 210 സബ്സ്ക്രൈബ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു വർഷം കൊണ്ട് നമുക്ക് 1000 ആക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടപാടെ വേഗം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അങ്ങനെയാണ്. പിന്നെ ഞാൻ കുറച്ച് മുളകിൻ്റെ വിത്തൊക്കെ പാകിയിട്ടുണ്ട്. പല കളറും ഉണ്ട്. പിന്നെ ഇതാ കുറച്ച് പലഹാരത്തിൻ്റെ പഴയ മൂഞ്ചി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ചതാണ്. പിന്നെ അതിന് വേണ്ടി ഉള്ളിയൊക്കെ വാട്ടി കുറച്ച് ചിക്കൻ എടുത്ത് എനിക്ക് കുറച്ച് മതി എന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിന് കുറച്ച് ഉള്ളി 2 ഉള്ളി എടുത്തത് പച്ചമുളകും കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം അതിൽ ചിക്കൻ്റെ പൊടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വേഗം ആവും. ഉള്ളി കുറച്ചിട്ടാൽ വേഗം ചിക്കൻ്റെ ആട്ടാണ്ട് ബീഫ് കൊണ്ട് ഉണ്ടാക്കും. ഞാനിപ്പോൾ ചിക്കനാണ് എടുത്തത്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ ഉള്ളിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളി എല്ലാം ഒന്ന് ഉണങ്ങിയതാക്കിയതിന് ശേഷം ഇട്ടാൽ വേഗം അങ്ങ് സെറ്റായി കിട്ടും. എന്നാലും 1 മണിക്കൂർ 2 മണിക്കൂർ അത് ഇളക്കിയെടുക്കണം. എന്നാലേ ഉള്ളൂ അത് നല്ല ഉണങ്ങിയ പാകത്തിലായി കിട്ടുള്ളൂ. ഇതൊക്കെ ഇന്നലെ ഉച്ചൻ്റെ മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ പണി. വേഗം അങ്ങ് ഉച്ചൻ്റെ മുന്നേ ഈ പണികളൊക്കെ ചെയ്ത് വെച്ചത്. പിന്നെ വൈകുന്നേരം അത് പൊരിച്ചാൽ മതി വെച്ച് കുറേ പണിയൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അത്ര തിരക്കുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ നോമ്പിന് ഇപ്പം അങ്ങനെയാണ്. വേഗം പണിയൊക്കെ തുടങ്ങും. വൈകുന്നേരം ആകുമ്പോൾ എല്ലാം കൂടെ ഇതാവും. പിന്നെ അയിലൊക്കെ ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ച് അങ്ങനെ അതൊക്കെ സെറ്റായതിന് ശേഷം പിന്നെ കുറച്ച് കറി വെക്കാൻ വേണ്ടി റെഡിയാക്കി. പിന്നെ ഇതാ കുറച്ച് കടുക്കുണ്ടായിരുന്നു. അത് ഇറക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കഴുകി. പിന്നെ അതുകൊണ്ട് കുറച്ച് ബോണ്ട പൊരിക്കാൻ വേണ്ടിയിട്ട് അതും ഒക്കെ ഉച്ചൻ്റെ മുന്നേ പാകമാക്കി വെച്ചതാണ്. എന്നാൽ പിന്നെ വൈകുന്നേരം ഇത് പിന്നെ കടുക്ക നിറക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെയാണ്. ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകമൊക്കെ ഇട്ടിട്ട് തേങ്ങയിൽ അടിച്ചിട്ടാണ് പൊടി കുഴച്ചിട്ടാണ് അത് നമ്മൾ കടുക്കയിൽ നിറയ്ക്കുക. ഇതൊക്കെ എല്ലാവരും ചെയ്യലുണ്ടാവും. ഇത് കുറച്ചൊരു നേരം പിടിക്കുന്ന പണി. ഇപ്പോൾ രാവിലെ തന്നെ ഒക്കെ തുടങ്ങിയതിനെ കൊണ്ട് പിന്നെ അത് പിന്നെ കുറച്ച് കടുക്കണ്ടേന് അതൊന്ന് കുറച്ച്. പിന്നെ ഇത് ഒരു കോഴിക്കൂട് ഉണ്ടാക്കുന്നുണ്ട് ഹസ്ബൻഡ്. അത് 2 കോഴിനെ കിട്ടും എനിക്കിപ്പോൾ. അതിന് കൂട് ഇവർ തന്നെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഞാനതിൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തതാണ്. കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഇതിനൂടെ. അപ്പോൾ അത് വെച്ചിട്ട് മേലെ ഡ്രസ്സിൻ്റെ മേലെ ഉണ്ടാക്കി. പിന്നെ അതാ കടികളൊക്കെ പിന്നെ ഉച്ചയ്ക്ക് ശേഷത്തെ വീഡിയോ ആണ്. കടികളൊക്കെ പൊരിച്ച് കുറച്ചേ പൊരിച്ചിട്ടുള്ളൂ. കുറച്ച് ബോണ്ടയും കടുക്ക നിറച്ച് കുറച്ചും കൂടി പൊരിച്ചതുണ്ട്. ഞാൻ വീഡിയോയിലിപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ പത്തിരി ചുട്ട് ഇതൊക്കെ വൈകുന്നേരം ചെയ്തതാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകിട്ടാണ് അടുക്കളയിൽ കയറുക. പിന്നെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പത്തിരി കറി ചിക്കൻ കറിയാണ്.
പിന്നെ കുറച്ച് കടുക്കയും കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ ഒക്കെ ഒന്നായിട്ട് എടുത്ത് വെച്ചാൽ അപ്പോൾ ഇന്നലെ രാത്രി പോസ്റ്റ് ചെയ്യാൻ നേരം കിട്ടില്ല, മുമ്പ് പോലെല്ലാം തിരക്കായിപ്പോയി. അതുകൊണ്ട് ഇവിടെ പത്തിരി, പിന്നെ പത്തിരി മാത്രമല്ല കുറച്ച് ചോറും വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കും. അങ്ങനെ അയിലയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് അതിലെല്ലാവർക്കും ഇഷ്ടമാണ്. പത്തിരിക്ക് ഞങ്ങൾക്ക് ഇവിടെ നോമ്പ് തുറക്കുമ്പോൾ ചായ കുടിക്കുമ്പോൾ പത്തിരി തിന്നുമ്പോൾ പൊരിച്ചതൊക്കെ കൂട്ടുക. അത്താഴത്തിനൊന്നും അത്ര വേണ്ട. പിന്നെ മോനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. വീടുണ്ട്, അതിൻ്റെ ഒക്കെ പരുത്തിയൊക്കെ വെച്ചൊക്കെ വൈകിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ശേഷമാണ് ഇത് പണിയൊക്കെ ചെയ്തത്. പിന്നെ അതിന് വേണ്ടിയിട്ട് ഒക്കെ പരുത്തി മുറിച്ച് വെച്ചതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പത്തിരി രണ്ടും കൂടി ആക്കിയതാണ്. പോവൊക്കെ അല്ലേ, അപ്പോൾ ഇഷ്ടമുള്ള കഴിച്ചോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ അതാ കോഴിയുടെ അതൊക്കെ നിറച്ച് വെച്ച് പിന്നെ അത് പൊരിച്ച് കുറച്ചേ ഉണ്ടാക്കി. ഓമാർ കുറച്ച് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വീഡിയോ കണ്ടെല്ലാം ലൈക്ക് ചെയ്യണേ, മറന്നു പോകരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. തുടർന്ന് വീഡിയോസിനൊക്കെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം.